മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. ഞാൻ നേരത്തെ എണീറ്റത് ആമിക്കുട്ടീനെയും ചേട്ടനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആമിക്കുട്ടി സ്കൂളിൽ പോയി. ആമിക്ക് പിന്നെ കാലത്ത് എണീക്കുന്ന നേരത്ത് സ്കൂളിലേക്ക് പോകാൻ എണീക്കുന്ന നേരത്ത് കുറച്ച് കരച്ചിലും ചെറിയ വാശിയൊക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കാലത്തെ തുടങ്ങിയൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ കരുതി ആ പണിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, കുറച്ച് നേരം കൂടെ ഒന്ന് കെടുന്ന് പിണീറ്റതാണ് കേട്ടോ. അപ്പോൾ നമുക്കപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. കുറേ നാളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. പിന്നെ ഇന്നലെ ഞാൻ ലീവായിരുന്നു, 2 ദിവസമായിട്ട് ഞാൻ ലീവ് എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ കംപ്ലീറ്റ് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ ക്ലീനിങ് ആണ് ചെയ്യാനായിട്ട് പോണത്. കുറേ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ വീഡിയോയിലൊന്നും കാണിക്കാനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പോൾ വലിയ താല്പര്യമില്ലാത്തത് അതുകൊണ്ടാണ്. വീഡിയോയിൽ എന്തെങ്കിലും കുക്കിങ്ങോ കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ടെങ്കിലല്ലേ നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു രസമുള്ളൂ. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചിക്കൻ വാങ്ങി കറി വെച്ച് സാമ്പാർ വെച്ചു. പിന്നെ അതൊക്കെ എടുത്ത് ചൂടാക്കിയാൽ മതിയല്ലോ. ചോറുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കേണ്ടി വരുള്ളൂ. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിച്ചു. പിന്നെ ദോശ ചെയ്യുകൊണ്ട് എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാക്കി കഴിക്കണതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഒരു ലോഡ് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇന്നലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്. ഞാനുണ്ടല്ലോ വീഡിയോയിൽ കുറച്ച് വെളിച്ചിരുന്നോട്ടെ എന്ന് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഡോറൊന്ന് തുറന്നിട്ടു. അപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പ്, കുളിര് കോരുങ്ങി എനിക്ക്. കാലിലേക്കൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ അരച്ചരച്ചരച്ച് വരികയാണ്. ചെറിയ തണുത്തൊരു കാറ്റും ആയിട്ടായിട്ട് നല്ല നല്ല സുഖമുണ്ട്, നല്ല ക്ലൈമറ്റ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ള സാധനങ്ങൾ കാണിക്കാം. ആദ്യത്തേതായി ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബാഗാണ്, ഒരു സ്ലിംഗ് ബാഗ് പോലത്തെ, പക്ഷെ കുറച്ച് വലിപ്പമുണ്ട്. എൻ്റെ എല്ലാ സ്ലിംഗ് ബാഗും കേടായി. ഇവിടെ ഭയങ്കരമായിട്ട് ഈർപ്പം നിൽക്കുന്നുണ്ട്. സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് എത്ര നാളിരുന്നാലും ഇതിന് കേട് വരാറില്ല. പക്ഷെ ഇവിടെ പെട്ടെന്ന് എല്ലാം കേട് വന്ന് പോവാണ്. എൻ്റെ ബാഗുകൾ, ഹാൻഡ് ബാഗുകൾ, സ്ലിംഗ് ബാഗുകളൊക്കെ കേടായിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ച്. ഇതൊക്കെ ഞാൻ വാങ്ങിയത് എപ്പോഴാണെന്നറിയോ? വാലന്റൈൻസ് ഡേയുടെ സമയത്ത് ആ ഒരു ഓഫറിൽ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ചത്ത കുട്ടിയുടെ ജാതകം വായിക്കണ അവസ്ഥയാണ്. കാരണം ആ ഒരു ടൈമിൽ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. പക്ഷെ സംഭവങ്ങളൊക്കെ കിട്ടിയത് കുറേ ലേറ്റായിട്ടാണ് കേട്ടോ. ആ സമയത്ത് കുറേ സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് സംബന്ധമായിട്ട്, വാലന്റൈൻസ് ഡേ സംബന്ധിച്ചിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വാങ്ങിയത് നല്ല ഭംഗിയിൽ ഒരു പീസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബാഗാണ്. സ്ലിംഗ് ബാഗാണ്. പക്ഷേ സ്ലിംഗ് ബാഗ് ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുണ്ട്. കണ്ടോ, എൻ്റെ ഈ കൈയിൻ്റെ അത്രയ്ക്കുണ്ട്. കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് സൈലൻ്റ് ആവണം കേട്ടോ. നമ്മൾ വോയിസ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പുറത്ത് ഇങ്ങനെ വണ്ടികളുടെ ഡിസ്റ്റർബൻസ്, കുട്ടികളുടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. പുറത്ത് ഒരു കടയുടെ ഇനോഗ്രേഷൻ എന്നത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒളിയും ബഹളമൊക്കെയാണ്. പിന്നെ നമ്മൾ മൈക്ക് യൂസ് ചെയ്യാൻ കരുതി 1,100 മൈക്ക് വാങ്ങിയത്, അതും പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തോന്നുമ്പോഴേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പകുതിക്ക് വെച്ച് റെക്കോർഡ് ചെയ്യും, പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസ്ഥ. ആവശ്യത്തിന് റേറ്റൊക്കെ ഉണ്ട്, പക്ഷേ ക്വാളിറ്റി പോരാ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വാങ്ങിയിട്ടുള്ള ഐറ്റംസിൻ്റെ ലിങ്ക് ഞാൻ കിട്ടണതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നൈസാണ്, കാണാൻ നല്ല ഭംഗിയിൽ ചെയിനൊക്കെ വരുന്നുണ്ട്. സ്ലിംഗ് ബാഗാണ്. പിന്നെ ഈ ഒരു വാച്ച് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ്, ബ്രൗൺ ഷെയ്ഡിൽ ഒരു വാച്ച് വാങ്ങണമെന്ന് കേട്ടോ. എൻ്റെ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെയോ മിസ്സായിപ്പോയി. ഞാൻ ആദ്യം പഠിക്കാനായിട്ട് കോളേജിൽ പോണ സമയത്ത് ബസ്സിൽ വെച്ചിട്ട് ഉന്തും തൊള്ളൊക്കെയാണ്, ആകെ ഒരു ബഹളമാണ്. മറ്റേ വാഗൺ ട്രാജഡി പോലെ ആയിരുന്നു ബസ്സിൽ. അപ്പോൾ ഉന്തും തൊള്ളൊക്കെ ആയിട്ട് അതെവിടെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഞാൻ വാങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ്. ഇത് 300 എത്ര അങ്ങോട്ട് ഉള്ളൂ കേട്ടോ, 300 സംതിങ്, 325 അങ്ങനെ എന്തോ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അതങ്ങനെ പെട്ടെന്ന് പോകുന്ന സ്റ്റോണൊന്നുമല്ല. അപ്പോൾ അത് വാങ്ങിയിട്ട് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. പിന്നെ ഈ ഒരു ചെരുപ്പ് കണ്ടോ, ഈ ഒരു സാൻഡിൽസ് എനിക്ക് ബാഗിന് മാച്ചായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പേസ്റ്റൽ ഗ്രീൻ തന്നെ, നല്ല ഭംഗിയുണ്ട് കാലിലിട്ടിട്ടൊക്കെ. ഇത് 6 ആണ് കേട്ടോ ഞാൻ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഹീൽസ് ഉള്ള ടൈപ്പാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഹീൽസ് ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ നമ്മൾ പുതിയതായി എടുത്തിട്ടുള്ള വണ്ടി ഉണ്ടല്ലോ, അതിന് കുറച്ച് ഉയരം കൂടുതലാണ്. അപ്പം അതൊന്ന് കയ്യിൽ വഴങ്ങണ വരെ ഒന്ന് ഉയരം കൂടിയ ചെരുപ്പ്, ഹീൽസ് ഉള്ള ചെരുപ്പൊക്കെ യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. വണ്ടി ഒന്ന് സെറ്റാവുന്നത് വരെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹീൽസുള്ളത് നോക്കി വാങ്ങിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയും ഉണ്ട്. അങ്ങനെ പിന്നെ ഒരു റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഇങ്ങനത്തെ ഫാൻസി ടൈപ്പ് റിങ്ങുകളൊക്കെ കുറേ ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇയറിങ്സും അതുപോലെ ഫിംഗർ റിങ്സൊക്കെ. അപ്പോൾ ഇത് 2
2 അതിൽ വരുന്നുണ്ട്, 2 റിങ് വരുന്നുണ്ട്, അങ്ങനെ കൂട്ടിയിടുന്ന ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോൺ കുറച്ച് വല്ലാണ്ടൊന്ന് പൊന്തി നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഈ സ്റ്റോണിൻ്റെ താഴെയും വലിയ സ്റ്റോണിൻ്റെ താഴെയും ഒരു ലെയർ സ്റ്റോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൊള്ളാം. അത് 200-300 അങ്ങോട്ട് വരുന്നുള്ളൂ. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു ടോപ്പാണ്. നമുക്ക് ജീൻസിനും സ്കേർട്ടിനും ഒക്കെ ഇൻ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളൊരു പ്ലാനിൽ വാങ്ങിയതാണ്. പീറ്റർ കോളറൊക്കെ വരുന്ന ടൈപ്പ് ലേസിൽ വരുന്ന പീറ്റർ കോളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, വൈറ്റ് കളറ്. എനിക്ക് ഇതിൻ്റെ പാറ്റേൺ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഫ്ലവർ പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ലേസ് കൊണ്ടാണ് നമുക്ക് നെക്കിൽ കൊടുത്തിട്ടുള്ളത്, പീറ്റർ കോളർ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഷെയ്ഡിനെ പറ്റിയിട്ടോ, ഇതൊരു പീസ്റ്റൽ അല്ലെങ്കിൽ പൗഡർ പിങ്ക് കളറാണ് കേട്ടോ. ഇങ്ങനത്തെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടെന്നേ. എങ്ങനെ ഞാൻ വാങ്ങിപ്പോയാലും ഈ ഒരു കളറിലോട്ട് എത്തിപ്പെടാറുള്ളത് പൗഡർ പിങ്ക് ആണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും ഇതും ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഞാൻ നേരത്തെ അത് മ്യൂട്ട് ചെയ്തെന്നറിയോ, ഞാൻ പറയുന്നത് ഒന്നും ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. പുറത്തെ ഡിസ്റ്റർബൻസ്, വണ്ടികൾ പോണ സൗണ്ട്, വേറെ കുറേ സ്കൂളിലേക്ക് പോണ കിടാങ്ങളുടെ ഒച്ചമകളൊക്കെ ആയിട്ട് ഭയങ്കര കലപിലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഞാൻ ബ്രഷ് പോലും ചെയ്തിട്ടില്ല, ബ്രഷ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് നല്ല കാനന രമണീയതയാണ്. ഞാൻ എനിക്ക് കാണിച്ചു. ജല്ല തുറന്ന് ഇട്ട് കഴിഞ്ഞാൽ, ജല്ല തുറന്നിട്ട് നല്ല കാറ്റ് വരും കേട്ടോ. ഇവിടെ ആകെ കടപിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നിറച്ച് കിളികളുടെ ഒച്ചയും ബഹളവും ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരുവിധം കറിപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേ സാമ്പാറുണ്ട്. സാമ്പാർ ഇന്നലത്തെ ബാക്കിയാണ്. നമുക്ക് ചിക്കൻ കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ. ചമ്മന്തി ആമയ്ക്ക് കൊടുത്തയച്ചാണ്. അതിൻ്റെ ബാക്കിയുണ്ട്. ദോശയുടെ കൂടെ അവൾക്ക് ഈ ഒരു തക്കാളിയും സവാളയും നാളികേരം ഇട്ടിട്ടുണ്ടാക്കുന്ന ചമ്മന്തി ഇല്ലേ, അതാണ്. അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. എനിക്കിതൊക്കെ മതി. ഞാൻ 3 ദോശ കാലത്ത് കഴിക്കുള്ളൂ. അപ്പം ഉണ്ടാക്കിയതിൽ കുറച്ച് കരിഞ്ഞു പോയ ഒരു ദോശയാണ് കേട്ടത്. അപ്പം ഇത് ആമയ്ക്ക് കൊടുത്തയച്ചില്ല. ഇതും ഞാൻ കഴിക്കുന്നതായിരിക്കും. ബാക്കി ദോശ നമുക്ക് മാവേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആമിക്കുട്ടിക്ക് ഉണ്ടാക്കിയതിൻ്റെ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ എടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു 2 എണ്ണം കൂടി വേണ്ടേ. എൻ്റെ ഈ പാത്രങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെക്കാനായിട്ട് സ്ഥലം കുറവാണ്, സ്പേസ് കുറവാണ്, സ്റ്റോറേജ് സ്പേസ് കുറവാണ്. കുറേയൊക്കെ ഡൈനിങ് ടേബിളിലാണെങ്കിലും കുറേ പാത്രങ്ങൾ ഇരിപ്പുണ്ട്. കബോർഡിൻ്റെ ഉള്ളിലൊന്നും വെക്കാൻ നമുക്ക് സ്ഥലമില്ല കേട്ടോ. അതാണ് പ്രശ്നം. അപ്പം എല്ലാം ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ നിരത്തി വെച്ചിരിക്കാം. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു പുതിയ വീട് പണിയുമ്പോൾ സ്റ്റോറേജിന് കുറേ സ്പേസ് കൊടുക്കണം എന്നാണ്. കാരണം നമുക്ക് കിച്ചണിലാണെങ്കിലും അതുപോലെ ഇപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെയുള്ള മേക്കപ്പ് ഒക്കെ വെക്കാനാണെങ്കിലും സ്റ്റോറേജ് നമുക്ക് അത്യാവശ്യത്തിന് വേണം. എനിക്കിങ്ങനെ കൗണ്ടർ ടോപ്പിൽ നിരത്തി വെക്കണതിനോട് താല്പര്യമില്ല. നമുക്കിവിടെ സ്പേസ് ഇല്ലാതെ ഈ കബോർഡ് മുഴുവൻ എൻ്റെ വേറെ സംഭവങ്ങളൊക്കെ, ബാഗുകൾ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം അങ്ങനെ സ്ഥലമില്ലാണ്ടാണ്. മിക്കവാറും ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഒരുവിധം എല്ലാം കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടാണ്. അതായത് ഈർപ്പം നിന്നിട്ട് ഹ്യൂമിഡിറ്റി കാരണം കുറേയൊക്കെ കേടായിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ കുറേ എൻ്റെ ഡ്രസ്സ്, ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് കത്തിച്ചിട്ടാണ്. ഹ്യൂമിഡിറ്റി കാരണമൊക്കെ ഇങ്ങനെ കേടായി പോയിട്ട്. അപ്പോൾ ഒന്നും നമ്മൾ കുറേ വാങ്ങി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കാപ്പിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കാപ്പിയില്ലാണ്ട് ഒരു കളിയില്ല. നെസ്കഫേയുടെ അടിപൊളി കോഫി പൗഡർ ആയിരുന്നു കേട്ടോ, ഇൻസ്റ്റൻറ്റ്. പക്ഷേ ആ ഒരു സംഭവം പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു. ഞാൻ മാത്രം ഇവിടെ കാപ്പി കുടിക്കുന്നത്, കാപ്പിയും ചായ കുടിക്കാറുള്ളൂ. ചേട്ടനും ആമിയൊന്നും ആ ഒരു ശീലമില്ല. അപ്പോൾ ഞാൻ വല്ലപ്പോഴും കുടിക്കുമ്പോൾ അതിനായിട്ടൊരു ചെറിയ ബോട്ടിൽ ഞാൻ വാങ്ങി വെച്ചതാണ് കേട്ടോ. പക്ഷേ സംഭവം കട്ടയായപ്പോൾ ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതാണ് ഗൈസ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ദോശ 4 എണ്ണം ഉണ്ട് കേട്ടോ. 4 ഞാൻ കഴിക്കുമെന്ന് അറിയില്ല. ആ പറഞ്ഞാൽ കരിഞ്ഞതില്ല, ചിലപ്പോൾ ഞാൻ കഴിക്കില്ല. അപ്പോൾ കുറച്ച് സാമ്പാർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി കഴിയണ വരെ ഞാൻ എന്തായാലും ദോശ കഴിക്കും. എനിക്ക് ഇഷ്ടമാണ് ചമ്മന്തി. പിന്നെ കാപ്പി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ഫോൺ നോക്കിയിട്ടില്ല. ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഫോൺ നോക്കാമെന്ന് പറഞ്ഞാൽ കാലത്ത് എനിക്ക് കഴിഞ്ഞ് എനിക്ക് ഫോൺ നോക്കാനുള്ള നേരമൊന്നും കിട്ടില്ല. കാലത്ത് എനിക്ക് തന്നെ ഫോൺ നോക്കുന്നത് നല്ല ശീലമല്ല കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ നോക്കാറൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇന്നെനിക്ക് നേരം കിട്ടാഞ്ഞിട്ടാണ്, തിക്കും തിരക്കൊക്കെ ആയിട്ട്. അപ്പോൾ അമീനൊക്കെ വിടണ്ടേ, അങ്ങനെ ഫോൺ നോക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുകയാണ് കാര്യങ്ങളൊക്കെ. യൂട്യൂബാണ് എൻ്റെ മെയിൻ. ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. ഇൻസ്റ്റയിൽ നമ്മുടെ അക്കൗണ്ടും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. എൻ്റെ അടുത്ത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്താ ഇൻസ്റ്റയിൽ റിപ്ലൈ തരാത്തതെന്നൊക്കെ. അങ്ങനെ ഇൻസ്റ്റയിൽ വല്ലപ്പോഴൊക്കെ കയറാറുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം.
നമ്മുടെ പണി എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് യൂണിഫോമും കാര്യങ്ങളൊക്കെ എനിക്ക് കഴുകാണ്ട്. എൻ്റെ യൂണിഫോമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേഗം കഴുകിയിട്ട് വരാം. എന്നിട്ട് മേലെ കൊണ്ടുപോകും. നമ്മൾ തുണി കഴുകാൻ പോണതിൽ മുന്നേ എനിക്ക് ഒരു ബക്കറ്റ് തുണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൽ എൻ്റെ 2 യൂണിഫോം, ആമിക്കുട്ടിയുടെ ഒരു യൂണിഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴുകി വന്നപ്പോൾ 3 ബക്കറ്റ് തുണിയായി. എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തില്ല. എല്ലാ വട്ടം അങ്ങനെ തന്നെയാണ്. ഞാൻ തുണി കഴുകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നേ എടുത്ത് വെക്കണത് കുറച്ചേ ഉണ്ടാകുള്ളൂ, 2 എണ്ണം കഴുകാനുണ്ട് എന്നുള്ളത് മൈൻഡിലുണ്ടോ. പക്ഷെ കഴുകി വരുമ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഒരുപാട് തുണിയാവും കേട്ടോ. ഇതിലിപ്പോൾ ആമീരും മെൻ്റെയും ചേട്ടൻ്റെയും ഒക്കെ ഉണ്ട്. യൂണിഫോം ആയി പിന്നെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ യൂണിഫോം ആയി പിന്നെ ഒരുപാട് ആശ്വാസമുണ്ട്. പഴയ ഡ്രസ്സുകൾ ഇങ്ങനെ മാറി മാറി കളർ ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആലോചിച്ചിരിക്കേണ്ടി വരും ഏതിടും, നാളെ ഏതിടും, മറ്റേത് ഏതിടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ആ ഒരു പരിപാടി ഇല്ലേ. യൂണിഫോം ആയി കഴിഞ്ഞാൽ എളുപ്പമാണ്, നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ യൂണിഫോമിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ കളറ്. അപ്പോൾ അതെല്ലാം ഞാനെടുത്ത് കഴുകി വെക്കുകയാണ്. കഴുകി ഇനി മടക്കി എടുത്ത് വെക്കണം. ഇനി ഒന്നും പുറത്ത് കാണില്ല. വല്ലപ്പോഴും പുറത്തോട്ട് എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ഇനി ആവശ്യം വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം കഴുകി ഇട്ടു. അപ്പോൾ അത് ഞാൻ അലമാരയിൽ നിന്നൊക്കെ വാരി എടുത്തു കേട്ടോ. കുറേ എണ്ണം പുറത്ത് കിടന്നിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്തേക്കാനുള്ള പ്ലാനിൽ ഞാൻ എല്ലാം എടുത്ത് കഴുകിയിട്ടാണ്. അങ്ങനെ കഴുകി വന്നപ്പോൾ 3 ബക്കറ്റായി. ഇതിൽ ചിലതൊക്കെ ചായയും ഇളകിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ടിട്ടൊക്കെയാണ് 2-3 ബക്കറ്റൊക്കെ ആയത് കേട്ടോ. ആമിക്കുട്ടിയുടെ വെൻസ്ഡേയിൽ യൂണിഫോമാണ് കേട്ടോ. അത് റെഡ് കളറ് സ്പോർട്സ് ഡേയിലിടുന്ന യൂണിഫോമാണ്. എൻ്റെ യൂണിഫോം ബ്ലാക്കാണ് കേട്ടോ. തുണിയൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ഞാനൊരു പരിവായിട്ട്, അത്ര വെയിലാണ് പുറത്ത്, ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയി. അപ്പോൾ ഞാൻ കരുതി നമുക്ക് തണ്ണിമാത്രം ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, ഒരു കുഞ്ഞത് കേട്ടോ. ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാ. പക്ഷെ ഇന്നലെ വെട്ടാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. ആമിക്കുട്ടി കുറച്ച് വാശി പിടിച്ചു. പക്ഷെ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇന്നേക്ക് വെട്ടാന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചതാണ് കേട്ടോ ആള്. ഞാൻ വന്നിട്ട് മുറിക്കാമേന്നൊക്കെ പറഞ്ഞിരുന്നിരുന്നതാ. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ കരുതി കുറച്ച് പാലൊക്കെ ഇരിക്കുന്നുണ്ട്, പാലൊക്കെ ഒഴിച്ച് ഐസൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് പോലെയാക്കില്ലേ, അങ്ങനെ ജസ്റ്റ് ആക്കിയിട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാനിത് കുനുകുനായിരിഞ്ഞിട്ട് അതിങ്ങനെ കോരി എടുക്കുകയാണ് കേട്ടോ. കരണ്ടി എടുക്കുകയാണ്. അതിന് ശേഷം ഇതിങ്ങനെ ഫുള്ള് കരണ്ടി എടുത്തിട്ടേ ഈ തൊണ്ടിയിൽ നമുക്ക് പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. കിടു ഐറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വരുമ്പോൾ ബാക്കിയുള്ളത് ആമിക്കുട്ടിക്കും കൂടെ കൊടുക്കാം. തൊണ്ട ഏതായാലും കളയണ്ട, അവളെ പറ്റിക്കാനായിട്ട് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ആൾ ഒച്ചിമ്പകളൊക്കെ ആവും കേട്ടോ, മുറിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ എടുത്തിടുന്നുണ്ട്. പാല് ഐസ് ഇടുന്നില്ല കേട്ടോ, കാരണം പാല് നല്ല തണുപ്പുണ്ട്, ഫ്രിഡ്ജ് വെച്ചിരുന്ന പാലാണ്. അപ്പോൾ അത്ര മതി തണുപ്പ്. ഒന്നാമത് എനിക്ക് നീരൊഴിച്ചാണ്. ഇനിയിപ്പോൾ തണുത്ത ഐസ് ക്യൂബും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിയെന്ന് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് തണുപ്പുണ്ടല്ലോ പാലിന്, ഇനി ഇങ്ങനെ ചെത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അതിൽ നല്ലോണം ഇറങ്ങിക്കോളും, അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ബാക്കി വന്ന ഈ തൊണ്ട് ഞാൻ കളയണില്ല, അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. കാരണം ആമിക്കുട്ടി എന്നോട് പറഞ്ഞിട്ടാ പോയിട്ടുണ്ടായിരുന്നെ അവൾ വന്നിട്ട് നമുക്കിത് പൊളിക്കാം കഴിക്കാം എന്നൊക്കെ. എന്നിട്ട് ഞാൻ അവൾ വരുമ്പോഴേക്കും ഇതൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വയലൻ്റ് ആകും. അപ്പം ഞാൻ ഇതിലിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. അവൾ വരുമ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാമല്ലോ. ഞാൻ നിറച്ച് വെക്കുക. ഞാൻ ഇതിൻ്റെ മൂടിയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഞാനേ ഇത് മൂടി വെക്കട്ടെ. ആൾ സ്കൂള് വിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് വിചാരിക്കുന്നത്. സ്കൂള് വിട്ടിട്ട് എൻ്റെ വീട്ടിലിറങ്ങാം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, അപ്പോൾ നാളെ ശനിയാഴ്ച അവിടെ ചിലപ്പോൾ ഇങ്ങോട്ട് വരില്ല, അവിടെ തന്നെ നിൽക്കും. വരികയാണെങ്കിൽ കൊടുക്കാം കേട്ടോ. അതിന് നമ്മൾ ചിക്കൻ കറി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. ചോറൊക്കെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്, കാലത്തെ സെറ്റാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി ഞാൻ ഒന്നും കൂടെ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അതേ ചിക്കൻ കറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മാങ്ങയാണ് കേട്ടത്. മാങ്ങ ഉപ്പും മുളകും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആക്കില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ. എനിക്ക് പുളിയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കടയിൽ ലൂപിക്കാൻ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങണം, മയങ്ങണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് മയക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ക്ലീനിങ് ഉണ്ട്, ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്. ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. പക്ഷേ ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കുറച്ച് നാളായിട്ട് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് കുംഭമേളയ്ക്ക് പോയതുകൊണ്ട് ഞാനിവിടെ നിന്നിരുന്നില്ലാണ്ട്, ഞാൻ വീട്ടിലായിരുന്നു.
അപ്പോൾ 2 ആഴ്ചയോളം ഇങ്ങനെ അടച്ചു പൂട്ടി കിടന്നിട്ട് നിറച്ച് പൊടിയായിരുന്നു. അത് കഴിഞ്ഞ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനായിട്ടൊരു ഒഴിവ് കിട്ടുന്നുണ്ടായിരുന്നില്ല ക്ലീൻ ചെയ്യാനും വെടുപ്പാക്കാനൊന്നായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ട് ലീവ് എടുത്തിരിക്കണോണ്ട് എന്തായാലും ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സമയമൊന്നും കിട്ടില്ല. ഫ്രണ്ടിലൊക്കെ നിറച്ച് പൊടിയായിരുന്നു, ഉള്ളിലൊക്കെ നമ്മൾ ഒരുവിധം ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഫ്രണ്ട് പോർഷനാണ് കൂടുതലും ക്ലീൻ ചെയ്യേണ്ടത്. ശരിക്കും കണ്ടോ പൊടി കണ്ടോ, എന്തോരം മണ്ണ, കയ്യടി കനത്തിലാട്ടോ പൊടിയുള്ളത്. ഇതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞിട്ട് ഞാൻ ഇന്നലെയും അടിച്ചു ഇന്നും അടിച്ച് ക്ലീൻ ചെയ്ത് പൊടി കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴുകണം കേട്ടോ. നല്ലപോലെ ഉരച്ച് ബ്രഷ് കൊണ്ട് ഉരച്ച് ഇളക്കി കളയണം പൊടി. അതുപോലെ കയറി കിടക്കുന്നുണ്ട് പൊടിയും ചവറും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആമില്ലാത്ത ടൈമിൽ ചെയ്യണം, അല്ലെങ്കിൽ ആമി ഇതിൽ കൂടി ഒക്കെ ഓടി നടക്കും. ആൾക്ക് വല്ല ഈ പൊടി ഇതൊക്കെ തട്ടിയിട്ട് വല്ല ജലദോഷം പിടിക്കും കേട്ടോ. അതുപോലെ ഈ വെള്ളമൊക്കെ നനയ്ക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുള്ള് വെള്ളം കോരി ഒഴിക്കുമ്പോഴൊക്കെ. പിന്നെ ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി തലയിടിച്ച് വീഴും. അപ്പോൾ അവളില്ലാത്തപ്പോഴേ നമുക്ക് ഇതൊക്കെ വേഗം തീർത്ത് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് വൈകിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫുൾ ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. വെയിൽ പോണേലും മുന്നേ ഫുള്ള് നമ്മൾ അടിച്ചുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെയൊക്കെ ഉണങ്ങിയിട്ട് ടൈലൊക്കെ നന്നായിട്ട് ഉണങ്ങി. താഴ്ഭാഗം കുറച്ചും കൂടെ ഉണങ്ങാണ്ട് ആമിക്കുട്ടി വരുമ്പോഴേക്കും അതും സെറ്റ് ആയിക്കോളും. ഇനി നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ് വൈകുന്നേരത്തേക്ക്. കണ്ണൻ തേമൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചായയല്ല, അതൊക്കെ പൊട്ടിച്ചിട്ടു. കാലത്ത് നമ്മൾ ഏതായാലും കാപ്പി കുടിച്ചില്ല, അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്ക് വൈകുന്നേരത്തേക്ക് ചായ ആക്കാമെന്ന് കരുതി. അങ്ങനെ ചായയൊക്കെ സെറ്റ് ചെയ്തു. വേറെ ചായക്ക് കടി കാര്യങ്ങളൊന്നും കഴിക്കണില്ല കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാനതെടുത്ത് തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമാകും. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ചായ മാത്രം കുടിക്കും, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കടി വേണമെന്ന്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഞാൻ ഈ സൺകിസ്ഡായിപ്പോയി ഗൈസ്, സൺകിസ്ഡായിപ്പോയി. അത് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ വീഡിയോ എടുത്തതാണ്. സ്പൂണാ ദേ ഇരിക്കണം അവിടെ, അത് നമുക്ക് ഏകിച്ചതാ. അതന്നെ സ്ട്രോ വേണോ? സ്ട്രോ വേണ്ട, അടുത്തോ അമ്മ കയ്യിൽ തരാം. പിടിക്ക്. ഇഷ്ടായ? സാധാരണ ചേട്ടനും ആമിക്കുട്ടി ഇത്ര നേരത്തെ വരാറില്ല കേട്ടോ. എന്നാൽ അവർ വളരെ നേരത്തെ എത്തി. ഞാൻ വേഗം പോയി കുളിച്ച് വെടുപ്പായി വന്നിട്ട് വിളക്കൊക്കെ വെച്ചു. ആകെ മുഷിനിരിക്കുകയായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളും അലക്കലും ഒക്കെ ആയിട്ട്. പിന്നെ ചേട്ടൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നല്ല ലഡുവാണ് കേട്ടോ, മഞ്ഞും ഓറഞ്ചും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനാണ്, എനിക്ക് ചിലവ് കൊടുക്കാനാണ് വണ്ടി വാങ്ങിയതിൻ്റെ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ പുതിയ വണ്ടി എടുത്തതിൻ്റെ ചിലവായിട്ട് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്ന ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് കണ്ടോ. ഞാൻ പക്ഷേ ഈ ഒരു ലഡു അല്ലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ലഡു ഇല്ലേ, എൻ്റെ വിചാരം അത് മാത്രമേ ഉള്ളൂ എന്നാണ്. ചേട്ടനോട് ഓറഞ്ച് ലഡു എന്ന് പറഞ്ഞു, ചേട്ടൻ ഇത് വാങ്ങി വന്നു. തുറന്നു നോക്കിയപ്പോഴാണ് സംഭവം മാറിപ്പോയത് അറിഞ്ഞത്. രാത്രിക്ക് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ പൊറോട്ട വാങ്ങാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് തീരെ വയ്യാണ്ടായോടും കണ്ട് ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പൊറോട്ട കഴിച്ചാൽ ശരിയാവില്ല, പണി കിട്ടുമെന്ന് കരുതിയപ്പോൾ റെഡി ടു കുക്ക് ചപ്പാത്തി വാങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ടോപ്പിക്ക് നെക്സ്റ്റ് കാണാം. ബൈ ബൈ.